മഹാരാഷ്ട്രയിലെ മഹാരാഷ്ട്രീയത്തിൽ എന്നും വമ്പൻ ട്വിസ്റ്റുകൾ സംഭവിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പോഴും അത്തരത്തിലൊരു ട്വിസ്റ്റാണ് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നത്. മഹാരാഷ്ട്രീയ നാടകം വമ്പൻ ട്വിസ്റ്റിലേക്ക് എന്നാണ് ദേശീയ മാധ്യമങ്ങളെല്ലാം ഈ വാർത്തയെ റിപ്പോർട്ട് ചെയ്യുന്നത്. സംഭവം വേറൊന്നുമല്ല, അമ്മാവനും മരുമകനും കൈ കോർക്കാൻ പോകുന്നു എന്നുള്ളതാണ് ആ വലിയ വാർത്ത. അജിത് പവാറും ശരത് പവാറും ഒന്നാകാൻ പോകുന്നു, അവർ കൈ കോർക്കാൻ പോകുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. നേരത്തെ ശരത് പവാറിന്റെ NCPയിൽ നിന്നും 8 MP-മാർ NDA ചേരാനുള്ള താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു. ഇവർ വെറുതെ താല്പര്യം പ്രകടിപ്പിക്കുക മാത്രമല്ല ചെയ്തത്, NCPയിലെ ശരത് പവാറിന്റെ പാർട്ടിക്കകത്ത് വലിയ രീതിയിൽ പാർട്ടിയോടുകൂടി NDAയിൽ ചേരണം എന്ന സമ്മർദ്ദം കൂടെ ഇവർ ചെലുത്തിയിട്ടുണ്ട് എന്നും അറിയാനായി സാധിക്കുന്നുണ്ട്. 2019 തന്നെ ശരത് പവാർ NDAയിലേക്ക് ചേരാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചതാണ്. എന്നാൽ അന്ന് അത് നടന്നില്ല. അതിനുശേഷം അദ്ദേഹം മഹാവികാസ് അഘാഡിയിൽ ചേരുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഇപ്പോഴിതാ തിരിച്ച് NDAയിൽ തന്നെ അദ്ദേഹം വരാൻ പോകുന്നു അജിത് പവാറിന്റെ നേതൃത്വത്തിൽ എന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. അദ്ദേഹം, അതായത് ശരത് പവാറിന്റെ മകനായിട്ടുള്ള സുപ്രിയ സുലേഖ, ഈ സുപ്രിയ സുലെയെ അദ്ദേഹം കേന്ദ്രമന്ത്രിയാക്കാൻ ഒരു സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് കേന്ദ്രത്തിൽ എന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നു. സുപ്രിയ സുലെയെ കേന്ദ്രമന്ത്രിയാക്കിയാൽ തങ്ങൾ BJPയിലേക്ക് വരാം എന്നാണ് അദ്ദേഹം ഇപ്പോൾ നിലവിൽ വച്ചിരിക്കുന്ന ഓഫർ. ശരത് പവാറിന്റെ ഈ സമ്മർദ്ദം BJP നേതൃത്വം അല്ലെങ്കിൽ NDA എങ്ങനെ കാണുന്നു എന്നുള്ളത് നമുക്ക് ഇനിയും അറിയേണ്ട കാര്യമാണ്. എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശരത് പവാർ ഗ്രൂപ്പിന് മഹാരാഷ്ട്രയിൽ പിടിച്ചു നിൽക്കാനായി അതവർക്ക് ആശ്വാസം തന്നെയാണ്. എന്നാൽ നിയമസഭയിൽ വന്നതോടുകൂടി വെറും 10 സീറ്റുകൾ മാത്രമാണ് ശരത് പവാറിന് നേടാനായത്. NCP അപ്പോഴേക്കും പിളർന്നിരുന്നു. ശരത് പവാറും അജിത് പവാറും അങ്ങനെ 2 ഗ്രൂപ്പുകളായി. അജിത് പവാർ മഹായുതിയിൽ ചേർന്നു. ഈ മഹായുതിയിലുള്ള അജിത് പവാറിന്റെ ഈ NCPയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ യഥാർത്ഥ NCPയായി അംഗീകരിച്ച് ക്ലോക്ക് എന്ന് പറയുന്ന അവരുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നം കൊടുത്തത്. ഇതേ തുടർന്ന് അജിത് പവാറിന് വലിയ രീതിയിലുള്ള സീറ്റ് വേട്ടയാണ് മഹാരാഷ്ട്രയിൽ നടന്നത്. 44ഓളം സീറ്റാണ് അജിത് പവാർ മഹാരാഷ്ട്രയിൽ നിന്നും തൂത്തുവാരിയത്. ഇതോടുകൂടി NCP ശരത് പവാറിന്റെ വിഭാഗം വലിയ രീതിയിൽ പ്രതിരോധത്തിലായി, അപകടത്തിലായി, അവരുടെ ഭാവി തുലാസിലായി. എന്നാൽ ഇപ്പോൾ അജിത് പവാറുമായി കൈകോർക്കുന്നു, NDAയിൽ ചേരാനും തങ്ങൾ ഒരുക്കമാണ് എന്ന് ശരത് പവാർ വിഭാഗം അറിയിച്ചിരിക്കുകയാണ്. അത് അദ്ദേഹത്തിന്റെ പാർട്ടിക്കകത്തുള്ള നേതാക്കന്മാരുടെ കൂടെ സമ്മർദ്ദം മൂലമാണ് എന്നും പറയുന്നുണ്ട്. അജിത് പവാറിന്റെ NCP ഈ ശരത് പവാറിനെ സ്വാഗതം ചെയ്യുന്നുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ ദിവസം അജിത് പവാറിൻ്റെ അമ്മ അവർ പറഞ്ഞ ഒരു വാക്കുണ്ട്, അജിത്തും ശരത്തും, അതായത് അജിത് പവാറും ശരത് പവാറും തമ്മിൽ ഒന്നിക്കണം, അത് കാണാനായി ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ് അജിത് പവാറിൻ്റെ അമ്മ ആഗ്രഹം പ്രകടിപ്പിച്ചത്. നേരത്തെ ഉദ്ധവ് താക്കറെയുടെ ശിവസേനയും BJPയുമായി അടുക്കാനുള്ള അല്ലെങ്കിൽ NDAയുമായി അടുക്കാനുള്ള ശ്രമത്തിലാണ്. ഉദ്ധവിൻ്റെ ശിവസേന അവരുടെ മുഖപത്രത്തിൽ ദേവേന്ദ്ര ഫട്നാവിസിൻ്റെ പ്രവർത്തനങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ട് ഒരു മുഖപ്രസംഗം തന്നെ എഴുതിയിരുന്നു. അതിനെ പുകഴ്ത്തിക്കൊണ്ട് ശരത് പവാറിന്റെ മകനായിട്ടുള്ള ഈ സുപ്രിയ സുലെയെ രംഗത്തെത്തിയതും വലിയ രീതിയിൽ മഹാരാഷ്ട്ര ചർച്ച ചെയ്ത വാർത്തയാണ്. ഇനി ഇതിന് പിന്നിൽ മറ്റൊരു ട്വിസ്റ്റ് കൂടെ ഒളിഞ്ഞിരിപ്പുണ്ട്. ആ ട്വിസ്റ്റ് വേറൊന്നുമല്ല, ഷിൻഡെയെ മഹായുതിയിൽ ഒതുക്കുക എന്നുള്ളത് ഇപ്പോൾ ദേവേന്ദ്ര ഫട്നാവിസിന്റെ വലിയൊരു ആവശ്യമായി മാറിയിരിക്കുകയാണ്. കാരണം ഷിൻഡെ ഇടയ്ക്കിടയ്ക്ക് തല പൊക്കുന്നുണ്ട്. ഷിൻഡെ മുഖ്യമന്ത്രി സ്ഥാനം തനിക്ക് വേണം എന്ന് പറഞ്ഞ് ആദ്യം ഇടഞ്ഞു നിന്ന ഒരു വ്യക്തിയായിരുന്നു. ശിവസേന വലിയ രീതിയിൽ ഉദ്ധവ് താക്കറെയുടെ കയ്യിൽ നിന്നും പിടിച്ചെടുത്ത് BJPയാണ് ഷിൻഡെയെ വളർത്തിക്കൊണ്ടുവന്നത്. ഷിൻഡെ അതിനുശേഷം BJPയെ ഹൈജാക്ക് ചെയ്ത് മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്താനുള്ള ഒരു ശ്രമം നടത്തിയെങ്കിലും അത് ഫലപ്രാപ്തിയിലെത്തിയില്ല. അമിത്ഷാ അടക്കം കണ്ണുരുട്ടി ഷിൻഡെയെ തിരിച്ചു കൊണ്ടുവന്ന് അദ്ദേഹത്തിന് വേണ്ട കാര്യങ്ങൾ കൊടുത്ത് അവിടെ പ്രതിഷ്ഠിക്കുകയാണ് ചെയ്തത്. എന്നാൽ ഈ ഷിൻഡെ ഏത് നിമിഷവും ഇടഞ്ഞേക്കാം എന്നുള്ള കൃത്യമായ ബോധ്യം ദേവേന്ദ്ര ഫട്നാവിസിനുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഷിൻഡെയെ ആശ്രയിക്കുന്നത് എങ്ങനെയും കുറയ്ക്കണം എന്നുള്ളത് മഹായുതി സർക്കാരിന്റെ നിലനിൽപ്പിന് തന്നെ വലിയ ഒരു കാര്യമാണ്. അതുകൊണ്ടുകൂടെ തന്നെയാണ് ഇപ്പോൾ ഉദ്ധവ് താക്കറെയുമായും ഈ അജിത് പവാറും ഈ ശരത് പവാറുമായിട്ടൊക്കെ BJP സഖ്യ NDAയിലേക്ക് വരുന്നത് BJP സ്വാഗതം ചെയ്യുന്നത് എന്ന് നമുക്ക് നിരീക്ഷിക്കാം. പോരാത്തതിന് മറുവശത്ത് ദേശീയ തലത്തിലും ഇതിൽ ഒരു ട്വിസ്റ്റ് സംഭവിക്കുന്നുണ്ട്. അതായത് നിതീഷ് കുമാർ നിയന്ത്രണത്തിൽ തുടരണമെന്നും അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട്. മഹാരാഷ്ട്രയിൽ സർക്കാർ രൂപീകരണ വേളയിൽ ഏക്നാഥ് ഷിൻഡെയുടെ പെരുമാറ്റത്തിൽ BJP നേതാക്കൾ എല്ലാം തന്നെ അതൃപ്തരായിരുന്നു. അങ്ങനെ BJP നെയ്യുന്ന തന്ത്രത്തിൽ മഹാരാഷ്ട്രയിൽ മഹാവികാസ് അഘാഡിയിലെ ഓരോ കക്ഷികളും സ്വന്തം കക്ഷിയിലുള്ള, അതായത് സ്വന്തം സഖ്യത്തിലുള്ള ഷിൻഡെ അടക്കം വന്ന് വീഴുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനും സാധിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.